ഇന്നത്തെ മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻസ് നമ്മളോടൊപ്പം പങ്കുവെക്കുവാനുമായി പതിവ് പോലെ നമ്മുടെ ഇൻഹൗസ് എക്സ്പേർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അനില, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, ആദ്യം തന്നെ നമുക്ക് പതിവ് പോലെ US വിപണിയിലേക്ക് തന്നെ പോയി നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലത്തെ വ്യാപാരത്തിൽ ആ ഒരു നേട്ടം നിലനിർത്താനായിട്ട് അമേരിക്കൻ സൂചികൾക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും ഡൗ ജോൺസിലേക്ക് വരികയാണെങ്കിൽ ഡൗ ജോൺസിൽ 0.1% നേരിയൊരു ഇടിവ് രേഖപ്പെടുത്തി 38,460.92 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്കിലേക്ക് വരുമ്പോൾ വളരെ ഫ്ലാറ്റായി 15,712.75 എന്നൊരു നിലയിലുമാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അമേരിക്കൻ സൂചികകളുമായി ബന്ധപ്പെട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഇനി മുന്നോട്ടേക്ക് ഈ ഒരു സൂചികകളിലൊക്കെ താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അനില, നമ്മൾ ഇതേ ഫോറത്തിൽ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു ദാറ്റ് ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്കിലെ കഴിഞ്ഞ 3 സെഷൻസിലും നമ്മൾ കണ്ട ഒരു നേട്ടം വാസ് ഓൺലി എ ഷോർട്ട് കവറിങ്. സോ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയായിരുന്നു ഇന്നലെ നമ്മൾ ആ ഒരു ചെറിയ സെൽ ഓഫ് കണ്ടത്. സോ ഇപ്പോൾ നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 38,000 പോയിന്റ്സിന്റെ സപ്പോർട്ട് ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ വി വിൽ പോസിബിളി സി എ റിക്കവറി ഇൻ ദ ഡൗ ജോൺസ് ഇൻഡെക്സ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 17,200 പോയിന്റ് ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിൽ ഒരു റിക്കവറി വീണ്ടും കാണാൻ സാധിക്കത്തുള്ളൂ. സർ, അതിനോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടി വരികയാണ്. കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇന്നിപ്പോൾ ക്രൂഡിൽ വളരെ ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. WTI ക്രൂഡ് നിലവിൽ 82.94 എന്നൊരു നിലവാരത്തിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ബ്രെന്റ് 88.17 എന്ന നിലയിലുമാണ് വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രൂഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഈ ഒരു കമ്മോഡിറ്റിയിൽ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ഈ ക്രൂഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നു. ഷോർട്ട് ടേം ട്രെൻഡ് ഒരു അല്പം സൈഡ് വേസ് ടു വീക്ക്നെസ് കാഴ്ചവെക്കുന്നുണ്ട്. WTI ക്രൂഡിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ $84 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്കൊരു തിരിച്ചൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. സർ, അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കൺസോൾട്ടേഷൻ ആണ് നമുക്ക് ഗോൾഡിൽ കാണാൻ സാധിക്കുന്നത്. വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്തി 2,300 എന്നൊരു നിലവാരത്തിൽ തന്നെയാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിലവിൽ ട്രോയ് ഔൺസിന് 2,331.2 എന്ന നിലവാരത്തിൽ 0.31% നേരിയ ഇടിവോട് കൂടിയാണ് ഗോൾഡിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗോൾഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി വെരി മച്ച് ബുള്ളിഷ്. ബട്ട് നമുക്ക് സ്വർണത്തിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് $2,300 മെയിൻറ്റെയിൻ ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്വർണത്തിന്റെ കേസിൽ $40 മുതൽ $50 ഇടിവ് നടക്കാൻ ചാൻസസ് ഉണ്ട്. സർ, അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണ്. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ ഇന്നലെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിൽ 22,402.4 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഇൻട്രാഡേ ഹൈ പരിശോധിക്കുകയാണെങ്കിലും 22,476.45 ഇൻട്രാഡേ ലോ 22,384 രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. വലിയ തോതിലൊരു വോളറ്റൈലിറ്റി ഇല്ലാതെ ഒരു സൈഡ് വേസ് ട്രെൻഡ് തന്നെയാണ് ഇന്നലത്തെ വ്യാപാരത്തിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ ഇനി സർ കാണുന്ന അല്ലെങ്കിൽ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ടൊരു റെസിസ്റ്റൻസ് ഇപ്പോൾ നിലനിൽക്കുന്നത് 22,550. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് വീണ്ടും ഒരു മുകളിലോട്ട് ഒരു അപ്സൈഡ് മൊമെന്റം കാണാൻ സാധിക്കും. ഫോർ ദ സപ്പോർട്ട് നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 22,100 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. സർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിൽ ഇന്നലെ 48,189 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 4-6% നേട്ടം നൽകാനായിട്ട് നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇൻട്രാഡേ ഹൈ പരിശോധിക്കുകയാണെങ്കിൽ 48,246.2 എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? മുന്നേറ്റമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുള്ളിഷ് സെറ്റപ്പ് ആണോ നമുക്ക് കാണാൻ സാധിക്കുന്നത്? See, Nifty Bank Index in the case undertone already continues to be bullish. ബട്ട് നല്ലൊരു ശക്തമായിട്ടൊരു ബുള്ളിഷ് മൊമെന്റം കാണണമെങ്കിൽ 48,400 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സ്റ്റോക്ക് കണ്ടിന്യൂസ് ടു ബി HDFC ബാങ്ക്. HDFC ബാങ്ക് മുന്നേറണമെങ്കിൽ 1545 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ HDFC ബാങ്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. അതിന്റെ ഒപ്പം തന്നെ Nifty Bank Index in the trend also will turn bullish. സർ, അതിനൊപ്പം ഇന്നലെ നിഫ്റ്റി ബാങ്കിൽ ഏറ്റവും മികച്ചൊരു പ്രകടനം നടത്തിയിരിക്കുന്നത് AU ബാങ്ക് തന്നെയായിരുന്നു. AU ബാങ്കിനെ സംബന്ധിച്ച് പറയും, ഇന്നലെ അവരുടെ പാദഫലം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി എസ്റ്റിമേഷൻസ് അനുസരിച്ചായിരുന്നു വന്നിരുന്നത് എങ്കിൽ പോലും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു നമ്പേഴ്സ് അല്ല കമ്പനി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. നമ്പേഴ്സ് ഒന്ന് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വരുമാനത്തിൽ വാർഷികാടിസ്ഥാനത്തിൽ ഏകദേശം 12.77% ഒരു ഇടിവാണ് അറ്റാദായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ മറ്റ് മാർജിൻസ് അല്ലെങ്കിൽ അവരുടെ NP അടക്കമുള്ളതിലൊക്കെ നോക്കുകയാണെങ്കിൽ നേരിയ തോതിൽ ഒരു ഇംപ്രൂവ്മെന്റ് രേഖപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. ഓഹരിയിലേക്ക് നോക്കുകയാണെങ്കിൽ 1.73% നേട്ടത്തോടെ 620.05 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. AU സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? AU ബാങ്കിന്റെ ലോങ് ടേം ട്രെൻഡ് കഴിഞ്ഞ 4-5 മാസങ്ങളായിട്ട് ഇറ്റ് ഹാസ് ബീൻ ബെയറിഷ്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് നമുക്ക് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. AU ബാങ്കിന്റെ ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് മികച്ചതല്ലാത്തതിനെ തുടർന്ന് ഓൾറെഡി സ്റ്റോക്കിന് ഒരു നല്ല പണിഷ്മെന്റ് കിട്ടിക്കഴിഞ്ഞു. ആൻഡ് ഐ തിങ്ക് ദാറ്റ് നമ്മൾ ഈ സ്റ്റോക്കിന്റെ ഒരു ബോട്ടമിംഗ് ഫേസിലോട്ട് വന്നിട്ടുണ്ടെന്ന്. അതിനൊരു ഉറപ്പ് വരുത്തണമെങ്കിൽ ഈ വരുന്ന സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 640 രൂപയായിരിക്കും. 640ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വി വിൽ ഗെറ്റ് എ ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി. സർ, അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മിസിസ് ബെക്ടർ ഫുഡ് സ്പെഷ്യാലിറ്റീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള വ്യൂ കൂടിയാണ്. ഓഹരിയിൽ ഇന്നലെ ഏകദേശം 5.5% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 1157 രൂപ എന്ന നിലയിലാണ് ഓഹരിയിൽ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ നവംബർ 13 രേഖപ്പെടുത്തിയ 1373.95 മിസിസ് ബെക്ടറുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. ബെക്ടർ ഫുഡ്സ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 1.5 വർഷങ്ങളായിട്ട് ഇറ്റ് ഹാസ് ബീൻ കൺസോൾഡേറ്റിംഗ്, കറക്റ്റിംഗ്. ഒത്തിരി ആഴ്ചകളുടെ കൺസോൾട്ടേഷൻ കറക്ഷന് ശേഷം ഇന്നലെ ആയിരുന്നു നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചത്. സ്റ്റോക്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും വളരെ സ്ട്രോങ് ആയിട്ടൊരു റെസിസ്റ്റൻസ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് 1170 രൂപയിൽ. 1170 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സർ, അതിനോടൊപ്പം തന്നെ NBFC സെഗ്മെന്റിൽ നിന്നുള്ള ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓഹരി ഇന്നലെ ഏകദേശം 2.25% നേട്ടം രേഖപ്പെടുത്തി 1169 രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയിലേക്ക് നോക്കുകയാണെങ്കിൽ 52 വീക്ക് ഹൈ ആയി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ജനുവരി 16 രേഖപ്പെടുത്തിയ 1310 അതിനുശേഷം തുടർച്ചയായ ഒരു 3 മാസമായിട്ട് നല്ലൊരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഓൾമോസ്റ്റ് എല്ലാ മേജർ NBFCസിലും നമുക്ക് കഴിഞ്ഞ 3-4 മാസത്തിനിടെ നല്ലൊരു കറക്ഷൻ, നല്ലൊരു സെൽ ഓഫ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് ഒന്നൊന്നായിട്ട് പല NBFC സ്റ്റോക്സിലും നമുക്കൊരു ടേൺ അറൗണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ചോളമണ്ഡലത്തിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ട്രേഡിംഗിൽ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1185 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1240. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 1305 രൂപയിലും ആയിരിക്കും.
യെസ് സർ. അതിനോടൊപ്പം തന്നെ ഇസാഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നു. ഇസാഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 1% നേട്ടത്തിൽ 61.5 എന്ന നിലയിലായിരുന്നു. വിപണിയിലേക്ക് എത്തിയിട്ട് അധികകാലമായിട്ടില്ല. എന്നിരുന്നാൽ പോലും ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 8 രേഖപ്പെടുത്തിയ 82.4 അതിനുശേഷം തുടർച്ചയായിട്ട് വലിയ തോതിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ വലിയ തോതിൽ ഇടിവ് തന്നെയാണ് ഈ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ഇസാഫുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഈ ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഇസാഫ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് സിൻസ് ദെൻ ഈ ഒരു സ്റ്റോക്കിൽ വലിയൊരു സെൽ ഓഫ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. മാർച്ച് മാസത്തിലായിരുന്നു ഈ സ്റ്റോക്കിന്റെ ഒരു ബോട്ടമിംഗ് ഔട്ട് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഗ്രാജുവലായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ വരും സെഷൻസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിൽ 63.50 ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറും. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 70 രൂപയിലായിരിക്കും. യെസ് സർ. അതിനോടൊപ്പം തന്നെ മറ്റൊരു കേരള കമ്പനിയായിട്ടുള്ള FACTയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. FACT ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 5.73% നേട്ടത്തിൽ 712 രൂപ എന്നൊരു നിലയിലായിരുന്നു. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 25 രേഖപ്പെടുത്തിയ 908 എന്നതായിരുന്നു. പിന്നീട് വളരെ വലിയ തോതിൽ ഒരു 2 മാസത്തിലേറെയായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നേരിടുന്ന ഒരു ഓഹരി കൂടിയാണ്. ഈ ഓഹരിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ്? അനില, ഞാൻ ഇന്നലത്തെ ഇതേ ഫോറത്തില് പബ്ലിക് സെക്ടർ ഫെർട്ടിലൈസർ കമ്പനീസിന്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ഇന്നലെ FACT, രാഷ്ട്രീയ കെമിക്കൽസ്, മെഡ്രാസ് ഫെർട്ടിലൈസേഴ്സ്, നാഷണൽ ഫെർട്ടിലൈസേഴ്സ് മുതലായ സ്റ്റോക്സിലൊക്കെ തന്നെ നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് FACTയുടെ കേസിലും ദ സെയിം തിങ് ഹാസ് ഹാപ്പൻഡ്. ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ റെസിസ്റ്റൻസ് 740 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 840 റുപ്പീസിലായിരിക്കും. സർ, അതിനോടൊപ്പം തന്നെ ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ നിഫ്റ്റി മെറ്റൽ സെക്ടറിൽ വലിയ തോതിൽ ഒരു മൂവ്മെന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അതിൽ തന്നെ NMDCയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ NMDCയിൽ ഇന്നലെ 5.5% നേട്ടമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 247.75 എന്ന നിലയിൽ. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 15 രേഖപ്പെടുത്തിയ 252.4 ഈ NMDCയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഇനി ഈ ഒരു ഓഹരിയിൽ പ്രധാനമായിട്ടും ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്തൊക്കെയാണ്? സോ NMDCയിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് നിലനിർത്തുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ പീരിയഡ് ഓഫ് കൺസോൾട്ടേഷൻ നമുക്ക് ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ല ചൂണ്ടിക്കാണിച്ച 52 വീക്ക് ഹൈ അറൌണ്ട് 252, 253 ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈവൻ ഫ്രം എ ഷോർട്ട് ടേം ട്രേഡിംഗ് പോയിന്റ് നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. സർ, അതിനോടൊപ്പം തന്നെ സമാനമായൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു ഓഹരി കൂടിയാണ് GMDC. GMDCയിൽ ഇന്നലെ 3% നേട്ടത്തിൽ 417.25 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഫെബ്രുവരി 5 തന്നെ രേഖപ്പെടുത്തിയ 506 ഗുജറാത്ത് മിനറൽസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? സോ നമ്മൾ GMDC ആൻഡ് NMDC കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ GMDC കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് അണ്ടർ പെർഫോം ചെയ്യുകയായിരുന്നു. ബട്ട് GMDCയുടെ കേസിലും മാർച്ച് മാസത്തിൽ 320 രൂപയിൽ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഗ്രാജുവൽ ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 425, 430 ഈ ഒരു റേഞ്ചിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. അതിനുശേഷം അടുത്ത മേജർ റെസിസ്റ്റൻസ് വരാൻ പോകുന്നത് 500 രൂപയിലായിരിക്കും. സർ, അതിനോടൊപ്പം തന്നെ റെയിൽവേ സെഗ്മെന്റിൽ നിന്നുള്ള ഇർക്കോൺ ഇന്റർനാഷണൽ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകൾക്കിടെ വലിയ തോതിൽ നിക്ഷേപയുടെ ശ്രദ്ധ ആകർഷിച്ച ഒരു ഓഹരി കൂടിയായിരുന്നു. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 6% നേട്ടത്തിൽ 243.3 എന്നൊരു നിലയിലായിരുന്നു. 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 23 രേഖപ്പെടുത്തിയ 280.85 ഇർക്കോണുമായി ബന്ധപ്പെട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഈ ഒരു ഓഹരിയിൽ ഒരു കറക്ഷൻ ഫേസ് അവസാനിച്ചോ?
കഴിഞ്ഞ 3-4 ദിവസത്തെ ട്രേഡിംഗ് പാറ്റേൺ പഠിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു ഇൻഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്ഷൻ അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിങ്ങിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 246 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സർ, അതിനോടൊപ്പം തന്നെ ടെക്സ്മാക്കോയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ടെക്സ്മാക്കോയും ഏകദേശം 4.88% നേട്ടത്തിൽ 179.5 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 2-ാം തീയതി രേഖപ്പെടുത്തിയ 231.8 എന്നതാണ്. ടെക്സ്മാക്കോയുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ടെക്സ്മാക്കോയുടെ കേസിലും മറ്റ് പല റെയിൽവേ സ്റ്റോക്സിനെ പോലെ തന്നെ കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് നല്ലൊരു കറക്ഷനാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ഗ്രാജുവലി ടേണിംഗ് ബുള്ളിഷ് അഗെയിൻ. സോ ടെക്സ്മാക്കോയുടെ സ്പെസിഫിക് കേസിൽ 182 രൂപയുടെ റെസിസ്റ്റൻസാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 200 രൂപയും, ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 221 രൂപയിലും ആയിരിക്കും. സർ, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് ബോവാസ് എന്ന പ്രേക്ഷകൻ SBI കാർഡ്സ് ആൻഡ് പേയ്മെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള തങ്ങളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയി 748.15 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. SBI കാർഡ്സുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? SBI കാർഡ്സിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും മെയ് 2023 ഈ സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ അറൌണ്ട് 920-925 റുപ്പീസ്. അതിനുശേഷം തുടർച്ചയായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു സെൽ ഓഫ് കാണാൻ സാധിച്ചത്. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയി കാണുന്നു ആൻഡ് ദ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. ഈ സ്റ്റോക്കിന് വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് 775 രൂപയിലുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു സേഫ് ആയിട്ടൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ ലഭിക്കാൻ പോകുന്നുള്ളൂ. സർ, അതിനോടൊപ്പം തന്നെ ദിവ്യ അഗസ്റ്റിൻ എന്ന പ്രേക്ഷക യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.24% നേട്ടത്തിൽ 147.25 എന്ന നിലയിലായിരുന്നു. യൂണിയൻ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇനിയൊരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? യൂണിയൻ ബാങ്കിന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 160 രൂപയിലാണ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഈ സ്റ്റോക്ക് ഒരു സേഫ് എൻട്രി ഓപ്പർച്യൂണിറ്റിയിലോട്ട് വന്നു എന്ന് സ്ഥിരീകരിക്കാൻ പറ്റത്തുള്ളൂ. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകനായിട്ടുള്ള രഞ്ജിത്ത് ചോദിച്ചിരിക്കുന്നത് ലൊലോയ്ഡ്സ് എഞ്ചിനീയറിംഗ് വർക്ക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വിലയിരുത്തലാണ്. ഓഹരി ഇന്നലെ 4% ഉയർന്ന് 65.4 എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൊലോയ്ഡ്സ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ എന്താണ്? ലോയ്ഡ്സ് എഞ്ചിനീയറിംഗ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ദിസ് ഇസ് എ ഹൈലി സ്പെക്കുലേറ്റീവ് സ്റ്റോക്ക്. നമുക്ക് ഈ ഒരു സ്റ്റോക്കിലെ പൊസിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ ആദ്യം തന്നെ കംഫർട്ടബിൾ ആയിരിക്കണം. കഴിഞ്ഞ 3-4 സെഷൻസിൽ നല്ല നേട്ടം ഓൾറെഡി സ്റ്റോക്ക് നൽകി കഴിഞ്ഞു. അതിനെ തുടർന്ന് പുതിയ ഒരു ലോങ് പൊസിഷൻ ഈ ലെവൽസിൽ എടുക്കാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം, ബട്ട് മെയിൻറ്റെയിൻ എ സ്റ്റോപ്പ് അറ്റ് 60 റുപ്പീസ്. അതിനൊപ്പം തന്നെ ജിറ്റോ ജേക്കബ് എന്ന പ്രേക്ഷകൻ സ്റ്റാർ സിമന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള തങ്ങളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.33% നേട്ടത്തിൽ 227 രൂപ എന്ന നിലയിലായിരുന്നു. സ്റ്റാർ സിമന്റുമായി ബന്ധപ്പെട്ട് ഇനി ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? Star Cement again is a small cap stock, highly risky എന്ന് പറയുമ്പോൾ ഹൈ റിട്ടേൺസും നൽകാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഈ ഒരു സ്റ്റോക്കിലും കാര്യമായിട്ട് വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ട്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് ഇത് ഫേസ് ചെയ്യാൻ പോകുന്നത് 242 രൂപയിലായിരിക്കും. സർ,
ട്യൂബിൻ എന്ന പ്രേക്ഷകൻ എഞ്ചിനീയേഴ്സ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ഒരു വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 4% നേട്ടത്തിൽ 216 രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എഞ്ചിനീയേഴ്സ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വ്യൂ എന്താണ്? സോ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഈ വർഷത്തിന് തുടക്കത്തിലായിരുന്നു ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് അറൌണ്ട് 265-270 റുപ്പീസ്. അതിനുശേഷം മറ്റ് പല PSU സ്റ്റോക്സിനെ പോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിലും നമുക്കൊരു കൺസോൾട്ടേഷൻ കറക്ഷൻ കാണാൻ സാധിച്ചു. അറ്റ് ദ മൊമെന്റ് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫറൻസ് ഇസ് ദാറ്റ് കറക്ഷൻ ഇസ് ഗെറ്റിംഗ് ഓവർ. നമ്മൾ ഈ സ്റ്റോക്കിൽ വളരെ ശ്രദ്ധിച്ച് ഈ ദിവസങ്ങളിൽ ഇരിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 223 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് ഒത്തിരി നേട്ടം നൽകും. സർ, അതിനോടൊപ്പം തന്നെ യദുനാഥ് എന്ന പ്രേക്ഷകൻ REC ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.8% നേട്ടത്തിൽ 439.3 എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. RECയുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ എന്താണ്? യുടെ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ് ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ്വേസ്. സ്റ്റോക്കിന് നല്ലൊരു സപ്പോർട്ട് ബേസ് 418 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. 460 രൂപയായിരിക്കും ബുള്ളിഷ് ട്രിഗർ. 460 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ വി ക്യാൻ എക്സ്പെക്ട് എ ലോട്ട് ഓഫ് ഗെയിൻസ്. സർ, അതിനോടൊപ്പം തന്നെ ഷാജി എന്ന പ്രേക്ഷകൻ അദാനി എനർജി സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയി 1048.15 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദാനി എനർജി സൊല്യൂഷൻസിൽ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? അദാനി സ്റ്റോക്സ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫറൻസ് ഇസ് ദാറ്റ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ്വേസ്. സോ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്സിൽ ഒന്നും തന്നെ ഒരു ബുള്ളിഷ് ട്രിഗർ ലഭിച്ചിട്ടില്ല. അദാനി എനർജി സൊല്യൂഷന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും 1090 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. സർ, അതിനോടൊപ്പം തന്നെ അർജുൻ എന്ന പ്രേക്ഷകൻ RVNLയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തങ്ങളുടെ ഒരു വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 3% നേട്ടത്തിൽ 285.5 എന്ന നിലയിലാണ്. RVNLൽ ഇനിയൊരു നിക്ഷേപകൻ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? RVNLന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ഷോർട്ട് ടേം ട്രെൻഡ് കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് ഇറ്റ് ഹാഡ് ബീൻ സൈഡ്വേസ്. കൺസോൾട്ടേഷൻ നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ 2 സെഷനിലായിരുന്നു ഒരു മേജർ റെസിസ്റ്റൻസ് 280 രൂപയുടെ മുകളിൽ ട്രേഡ് ചെയ്യാൻ ശ്രമം തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്ത മേജർ റെസിസ്റ്റൻസ് 320 അതിനെ തുടർന്ന് 340 രൂപയിലും ആയിരിക്കും. സർ, അതിനോടൊപ്പം തന്നെ അലക്സ് എന്ന പ്രേക്ഷകൻ സുസ്ലോൺ എനർജിയുമായി ബന്ധപ്പെട്ടുള്ള തങ്ങളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സുസ്ലോണുമായി ബന്ധപ്പെട്ട് ഇനിയൊരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ഈ ഒരു ഓഹരി ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സുസ്ലോൺ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, പൊട്ടൻഷ്യൽ ടേൺ റൗണ്ട് കമ്പനി. ആൻഡ് ഈ ഒരു സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ ജനുവരി മാസത്തിൽ 50-52 രൂപയ്ക്ക് അടുത്തൊരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ കറക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് 43 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കാം. 43ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 45 അതിനെ തുടർന്ന് 48 അതിനെ തുടർന്ന് 50 രൂപയിലും ആയിരിക്കും. രാജേഷ് എന്ന പ്രേക്ഷകൻ ജമ്മു ആൻഡ് കാശ്മീർ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.5% ഇടിവിൽ 129.65 എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. JK ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ എന്താണ്? So JK Bank is a small cap stock and So JK Bank is a small cap stock and ഈ സ്റ്റോക്കിന്റെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നു, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ്വേസ്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ട്രിഗറും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. 143 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ.
യെസ് സർ. അതിനോടൊപ്പം തന്നെ ദിൽഷാദ് അലി എന്ന പ്രേക്ഷകൻ ഒറാക്കിൾ ഫൈനാൻഷ്യൽ സർവീസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയി 7375 എന്നൊരു നിലയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒറാക്കിൾ ഫൈനാൻഷ്യൽ സർവീസിൽ ഇനി ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഓറക്കൽ ഫിനാൻഷ്യൽ സർവീസസ് നോക്കിക്കഴിഞ്ഞാൽ 2024 തുടക്കം മുതൽ തന്നെ ഔട്ട് പെർഫോമൻസ് നൽകിയ ഒരു സ്റ്റോക്ക് ആയിരുന്നു ഓറക്കൽ. എങ്കിലും മാർച്ച് മാസത്തിൽ അറൌണ്ട് 8,900 റുപ്പീസിനടുത്തൊരു ടോപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം തുടർച്ചയായിട്ട് ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് ടേൺ ബെയറിഷ്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ലോങ് പൊസിഷൻ വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം. യെസ് സർ. അതിനൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ എന്ന പ്രേക്ഷകൻ SBIയുമായി ബന്ധപ്പെട്ട ഒരു വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിൽ 772.5 എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. SBIയിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? So State Bank of Indiaയുടെ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കാണുന്നത് 783. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. ഷമീർ എന്ന പ്രേക്ഷകൻ ഇൻഫിബീം അവന്യൂസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.5% ഉയർന്ന് 35.6 എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻഫിബീം അവന്യൂസിൽ ഇനിയൊരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? See, Infibeam is a highly speculative stock and this is again ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ട് നമുക്ക് വിലയിരുത്താം. കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റിയും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. 2023 ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ഈ സ്റ്റോക്കിന്റെ ബോട്ടമിംഗ് ഔട്ട് നടന്നത്. അറൌണ്ട് 14 രൂപയായിരുന്നു ഇതിന്റെ ബോട്ടമിംഗ് ഔട്ട്. ഫെബ്രുവരി മാസം ആകുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ നമുക്ക് 42 രൂപ വരെ നേട്ടം നൽകിയിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ കറക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. 37 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. പ്രേക്ഷകൻ ആക്സിസ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കമ്പനിയുടെ പാദഫലങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.88% നേട്ടത്തിൽ 1065 രൂപ എന്ന നിലയിലാണ്. ആക്സിസ് ബാങ്കിലുള്ള താങ്കളുടെ ഒരു സ്റ്റാൻസ് എന്താണ്? ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ആക്സിസ് ബാങ്കിൽ ഒരു ബുള്ളിഷ് ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 1090 രൂപയുടെ റെസിസ്റ്റൻസിൽ ബ്രേക്ക് ചെയ്യണം. സർ, ഏതായാലും ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്തുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാം അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. വീണ്ടും പ്രദീപ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ് ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ വീണ്ടും മാർക്കറ്റിന്റെ അനാലിസിസും അതിനോടൊപ്പം തന്നെ മാർക്കറ്റ് എക്സ്പെക്ടേഷൻസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.